നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 47 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അജാനൂർ പഞ്ചായത്തിൽ വിജയികളായ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു. മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അസംബ്ലി ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. കാസർഗോഡ് കരിന്തളത്ത് വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കരിന്തളം തോളനി മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തെ പി ലക്ഷ്മിക്കുട്ടി അമ്മയാണ് മരിച്ചത്. കാസർഗോഡ് 15 വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ 11 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇട്ടമലിലെ മുഹമ്മദ് ആദിലിനെ ആക്രമിച്ചവർക്കെതിരെയാണ് കേസ്. വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് വൻ കള്ളനോട്ട് ശേഖരവും നോട്ടെണ്ണൽ യന്ത്രവും കണ്ടെത്തി. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ഇടവകയും KCYM മേഖലാ ഘടകവും സംയുക്തമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച കരോൾ നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. കഴിഞ്ഞ 42 വർഷമായി ജന്മദേശം നടത്തുന്നത് ധീരമായ പത്രപ്രവർത്തനമാണെന്ന് K രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ജന്മദേശം പത്രത്തിന്റെ 42ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 47 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 2025-30 വർഷത്തേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിന്നും തെരഞ്ഞെടുത്ത 47 ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. LDF 22, UDF 21, BJP 4 മുന്നണികളിലെ ജനപ്രതിനിധികളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസർമാരായ TT സുരേന്ദ്രൻ, R രോഹിൻ രാജ്, ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറും നഗരസഭാ സെക്രട്ടറിയുമായ MK ഷിബു എന്നിവർ ചടങ്ങ് നിയന്ത്രിച്ചു. മുതിർന്ന അംഗം PV ചന്ദ്രനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാൾ നടത്തിയ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, കാഞ്ഞങ്ങാട് മണ്ഡലം MLA E ചന്ദ്രശേഖരൻ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, മുൻ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലർമാർ, പ്രമുഖർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അജാനൂർ പഞ്ചായത്തിൽ വിജയികളായ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അസംബ്ലി ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അജാനൂർ പഞ്ചായത്തിൽ വിജയികളായ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അസംബ്ലി ഹാളിൽ വെച്ചാണ് നടന്നത്. ചടങ്ങിൽ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിലെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അജാനൂർ പഞ്ചായത്തിലെ 24 വാർഡുകളിൽ 12 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും, 8 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്കും, 4 സീറ്റ് BJPക്കുമാണ് ലഭിച്ചത്. വാർഡ് 1 മുക്കൂട് ദീപ വിനോദൻ, വാർഡ് 2 പാടിക്കാനം സുധ അശോകൻ, വാർഡ് 3 രാവണേശ്വരം തമ്പാൻ മക്കാക്കോട്ട്, വാർഡ് 4 രാമഗിരി ദീപ പ്രവീൺ, വാർഡ് 5 വേലാശ്വരം KV സുകുമാരൻ, വാർഡ് 6 ചിത്താരി CP സുബൈർ, വാർഡ് 7 മാണിക്കോത്ത് മുഹമ്മദ് കുഞ്ഞി, വാർഡ് 8 മടിയൻ VV തുളസി, വാർഡ് 9 വെള്ളിക്കോത്ത് C ശ്രീവിദ്യ, വാർഡ് 10 മൂലക്കണ്ടം M ഷിജി, വാർഡ് 11 പുതിയ കണ്ടം ഗീതാ ബാബുരാജ്, വാർഡ് 12 കാട്ടുകുളങ്ങര PK കാർത്തിയായനി, വാർഡ് 13 രാംനഗർ K സജി, വാർഡ് 14 പള്ളോട്ട് P അർജുൻ യോഗി, വാർഡ് 15 കിഴക്കുങ്കര മൂലക്കണ്ടം പ്രഭാകരൻ, വാർഡ് 16 തുളിച്ചേരി MV രാഘവൻ, വാർഡ് 17 അതിഞ്ഞാൽ ഗാലിദ് അറബിക്കടത്ത്, വാർഡ് 18 കൊളവയൽ C കുഞ്ഞാമിന, വാർഡ് 19 ഇട്ടമ്മൽ K അപർണ, വാർഡ് 20 അജാനൂർ കടപ്പുറം C സുമിത, വാർഡ് 21 മുട്ടുംതല K അഹമ്മദ് നദീർ, വാർഡ് 22 പൊയ്യക്കര TV കാവ്യ, വാർഡ് 23 മല്ലികമാട് KV രതീശൻ,
വാർഡ് 24 ബാരിക്കാട് CH നിസാമുദ്ദീൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ആദ്യം മുതിർന്ന അംഗമായ 7ാം വാർഡ് മാണിക്കോത്തിലെ അംഗമായ മുഹമ്മദ് കുഞ്ഞിക്ക് വരണാധികാരിയായ T ഗോകുലൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റ് അംഗങ്ങൾക്ക് വാർഡ് നമ്പറുടെ ക്രമപ്രകാരം മുഹമ്മദ് കുഞ്ഞി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് മുഹമ്മദ് കുഞ്ഞിയുടെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേരുകയും ഈ യോഗത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 27 നടക്കുന്ന വിവരം സംബന്ധിച്ച നോട്ടീസ് സെക്രട്ടറി KH അനീഷ് കുമാർ വായിക്കുകയും ചെയ്തു. ചടങ്ങിൽ അംഗങ്ങളുടെ ബന്ധുമിത്രാദികളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കരിന്തളത്ത് വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കരിന്തളം തോളനി മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തെ P ലക്ഷ്മിക്കുട്ടി അമ്മയാണ് മരിച്ചത്. നീലേശ്വരം കരിന്തളത്ത് വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കരിന്തളം ഗവൺമെന്റ് കോളേജിന് സമീപം റോഡരികിൽ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന C ലക്ഷ്മിക്കുട്ടി അമ്മയെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 80 വയസ്സുകാരിയായ ലക്ഷ്മിക്കുട്ടി അമ്മ തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയാണ്. നേരം വൈകിട്ടും വീട്ടിൽ ലൈറ്റ് കാണാത്തതിനാൽ പരിസരവാസികൾ അന്വേഷിച്ചപ്പോഴാണ് വീടിന്റെ അടുക്കള ഭാഗം തുറന്ന നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ലക്ഷ്മിക്കുട്ടി അമ്മയെ അകത്തു വീണു കിടക്കുന്ന നിലയിൽ കാണപ്പെട്ടത്. വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു, ഗേറ്റ് പൂട്ടിയ നിലയിലും. വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നീലേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയാണ് മരണം സ്ഥിരീകരിച്ചത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ വർഷം ഇതേ വീട്ടിൽ നിന്നും സ്വർണം കവർച്ച നടന്നിരുന്നു. ഈ കേസിൽ പ്രതികളെ കണ്ടെത്താനായിരുന്നില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. CPIM കരിന്തളം വെസ്റ്റ് ബ്രാഞ്ച് അംഗമാണ് ലക്ഷ്മിക്കുട്ടി അമ്മ. ഭർത്താവ് പരേതനായ രവീന്ദ്രൻ നായർ. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാസർഗോഡ് 15 വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ 11 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇട്ടമലിലെ മുഹമ്മദ് ആദിലിനെ ആക്രമിച്ചവർക്കെതിരെയാണ് കേസ്. വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കാഞ്ഞങ്ങാട് ഇട്ടമ്മലിൽ 15 വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ 11 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥി അജാനൂർ ഇട്ടമ്മലിലെ അഷ്റഫിന്റെ മകൻ മുഹമ്മദ് ആദിലിനെ ആക്രമിച്ചവർക്കെതിരെയാണ് കേസ്. നിയമവിരുദ്ധമായി സംഘം ചേരൽ, തടഞ്ഞുവെക്കൽ, കയ്യേറ്റം ചെയ്യൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകവെ ഇട്ടമ്മലിൽ വെച്ച് ആക്രമിച്ചതായാണ് പരാതി. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണം. 10ഓളം വരുന്ന സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മുഖത്തും കൈക്കും അടിക്കുകയും താഴെയിട്ട് ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്ന് FIR-ൽ പറയുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് വൻ കള്ളനോട്ട് ശേഖരണവും നോട്ടെണ്ണൽ യന്ത്രവും കണ്ടെത്തി. കാസർഗോഡ് നഗരത്തിൽ നിന്ന് പട്ടാപ്പകൽ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വൻ കള്ളനോട്ട് ശേഖരവും നോട്ടെണ്ണുന്ന യന്ത്രവും കണ്ടെത്തി. ചട്ടഞ്ചാൽ ബെണ്ടിച്ചാലിലെ K വിജയന്റെ ചെറുക്കള കോലാച്ചി അടുക്കത്തുള്ള വീട്ടിലെ ഷെഡിൽ സൂക്ഷിച്ച നിലയിലാണ് കള്ളനോട്ടുകൾ കണ്ടെത്തിയത്. 2000 രൂപയുടെ 2500 കള്ളനോട്ടുകളും 1000 രൂപയുടെ 50 കള്ളനോട്ടുകളുമാണ് പിടികൂടിയത്. ഇതോടൊപ്പം പിൻവലിച്ച 500 രൂപയുടെ നിലവിലില്ലാത്ത 100 നോട്ടുകളുമാണ് പിടികൂടിയത്. ഇടപാടുകാർക്ക് നൽകുന്നതിനായി കെട്ടുകളാക്കിയ നിലയിലായിരുന്നു നോട്ടുകൾ സൂക്ഷിച്ചിരുന്നത്. ഒരാൾ വന്ന് ഇവിടെ കള്ളനോട്ട് ഈ ഒറിജിനൽ നോട്ടാന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് അതിനെ ഇയാൾ പരിശോധിച്ച് ഒക്കെയാണെന്ന് പറഞ്ഞ് അത് അവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഇവർ ബാക്കി ഡീൽ ചെയ്യുന്നത്. അവർ അങ്ങനെ കൈമാറുന്ന ആൾക്കാർ RBIയിൽ കണക്ഷൻ ഉണ്ടെന്നും RBI ത്രൂ ഇത് നല്ല നോട്ടാക്കി മാറ്റാമെന്നും പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യിക്കുന്നത്. അത് ഞങ്ങൾ ഏജൻസിനെ ഞങ്ങൾ തരാം, നിങ്ങൾ അത് ഡീൽ ചെയ്താൽ മതി എന്നാണ് ഇവർ പറയുന്നത്. നിരോധിച്ച നോട്ട് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ സീസ് ചെയ്തിട്ടുള്ളത്. പഴയ പ്രചാരത്തിലുണ്ടായിരുന്ന നോട്ട് മാത്രമാണ് ഇപ്പോൾ സീസ് ചെയ്തത്. നിലവിലുള്ള നോട്ടുകൾ കിട്ടിയിട്ടില്ല. സാധാരണ ഇതിൽ നമ്മളൊരു കള്ളനോട്ടായി യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര പെർഫെക്ഷൻ ഇല്ല, പക്ഷെ എന്നാലും കള്ളനോട്ട് തന്നെയാണ്. ഒരാൾക്ക് പെട്ടെന്ന്
ഒരു ഒറ്റ നോട്ടത്തിൽ നോട്ടാന്ന് തോന്നുന്ന രീതിയിലുള്ള കള്ളനോട്ടാണ്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി ടൗൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് വിജയന്റെ വീട്ടിൽ കള്ളനോട്ട് ശേഖരം ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ടുകളും നോട്ടെണ്ണുന്ന യന്ത്രവും കണ്ടെത്തിയത്. നിരോധിത നോട്ടിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ പേരിലാണ് മുഹമ്മദ് ഹനീഫയെ തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ 2 കേസുകളിലായി 8 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഴിഞ്ഞ 42 വർഷമായി ജന്മദേശം നടത്തുന്നത് ധീരമായ പത്രപ്രവർത്തനമാണെന്ന് കെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ജന്മദേശം പത്രത്തിന്റെ 42ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 42 വർഷമായി ജന്മദേശം നടത്തുന്നത് ധീരമായ പത്രപ്രവർത്തനമാണെന്ന് കെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ജന്മദേശത്തിന്റെ ശൈലി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പത്രം വിജയകരമായ 42 വർഷവും പിന്നിടാനുള്ള കാരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജന്മദേശം പത്രത്തിന്റെ 42ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി. ജവഹർലാൽ നെഹ്റുവാണ് 3 ഭാഷയിൽ നാഷണൽ ഹെറാൾഡ്, അതുപോലെ തന്നെ ഖാമി ആവാസ്, പിന്നെ 3ാമത്തെ ഒരു പത്രം. അപ്പോൾ ആ പത്രങ്ങളൊക്കെ ജവഹർലാൽ നെഹ്റു ആ പത്രത്തിലൊരിക്കൽ പറഞ്ഞു, ഫ്രീഡം ഈസ് ഇൻ പെരിൽ, ഫൈറ്റ് അഗെയിൻസ്റ്റ് ഓൾ മൈറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാതന്ത്ര്യം അപകടത്തിലാണ്. ആ സ്വാതന്ത്ര്യത്തെ അപകടത്തിലായി സ്വാതന്ത്ര്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ അതിശക്തമായി ഡിഫെൻഡ് വിത്ത് ആൾ യുവർ മൈറ്റി, നമ്മുടെ സർവശക്തി ഉപയോഗിച്ച് അതിനെ എതിർക്കണം എന്നാണ് പറയുന്നത്. 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആ പത്രം നിരോധിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ കേരളത്തിലെ മലയാള ദിനപത്രങ്ങളിൽ ഏറെ, ഇവിടെ കുറിച്ചിത്താനം തന്നെ വന്നത് അദ്ദേഹം ദീപികയിലൂടെയാണ് മാധ്യമങ്ങളൊക്കെ ആരംഭിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ദീപിക. അപ്പോൾ 83-ൽ ആരംഭിച്ച ഈ ജന്മദേശം കഴിഞ്ഞ 42 വർഷക്കാലം അനുഭവിച്ച പീഡന കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളിൽ മലയാള പത്രങ്ങൾ വഹിച്ച പങ്കും അവരവഹിച്ച യാതനകളും വേദനകളും ഒക്കെ എത്ര വലുതാണെന്ന് നമ്മുടെ അവസരത്തിൽ അനുസ്മരിക്കുന്നതാണ്. സോഷ്യൽ മീഡിയകളുടെ കാലമാണിത്. എന്നാൽ സോഷ്യൽ മീഡിയ പ്രവർത്തനം പലപ്പോഴും അതിരുകൾ കടക്കുകയാണ്. വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടന്മാരാവുകയാണ്. ഒരാളെ അപകീർത്തിപ്പെടുത്തി ആക്രമിക്കുന്നതിനെ മാധ്യമ സ്വാതന്ത്ര്യമായി കാണാൻ കഴിയില്ല. ദിവാനല്ല ദൈവം തന്നെ തെറ്റ് ചെയ്താലും ഞാൻ അത് എഴുതും എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടാണിത്. എന്നാൽ തെറ്റു ചെയ്യാത്ത ദൈവങ്ങളെ തെറ്റുകാരനാക്കരുത്. പലപ്പോഴും ചില സോഷ്യൽ മീഡിയകൾ അതാണ് ചെയ്യുന്നത്. ആ രീതി ശരിയല്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രകാശൻ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, ജില്ലാ പഞ്ചായത്ത് അംഗം K സബീഷ്, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ, ബാലതാരം ശ്രീപദ് ധ്യാൻ, YMCA പ്രസിഡന്റ് സാജു തോമസ്, സിജോ M ജോസ് എന്നിവർ സംസാരിച്ചു. ചീഫ് എഡിറ്റർ മാനുവൽ കുറിച്ചിത്താനം സ്വാഗതവും സേതു മംഗളം നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കാഞ്ഞങ്ങാട്ടെ പ്രമുഖ ബിസിനസ്സുകാരൻ BR ഷേനായി, പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ T അബൂബക്കർ ഹാജി, പ്രശസ്ത വയലിനിസ്റ്റ് ആദ്യ വിജയൻ, വാർത്താ വായനയിൽ 5 കൊല്ലം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനി വേദിക, ചലച്ചിത്ര താരങ്ങളായ റിഹാരാജ്, ജിയ രാജ്, നൃത്താധ്യാപകൻ റെജി മാർട്ടിൻ ജോൺ, പ്രശസ്ത ഗായിക സാനിമ സതീശൻ, സിനിമാ താരം ആവണി ആവൂസ്, ബാലമജീഷ്യൻ ഹൃദയ് ദേവ്, ഡോക്യുമെന്ററി നിർമ്മാതാവ് ചന്ദ്രൻ കാരളി, നീലേശ്വരം മുനിസിപ്പാലിറ്റിയുടെയും അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആദരിച്ചു. ആദ്യ വിജയന്റെ വയലിൻ വിസ്മയവും സാനിമ സതീഷിന്റെ നാടൻപാട്ടും ഹൃദയ് ദേവ് മാജിക്കും ഗീത അശോകിന്റെ സിനിമാ ഗാനവും കാരളി തത്വമസി മൂവീസിന്റെ വിവിധ കലാപരിപാടികളും വാർഷികാഘോഷ പരിപാടിക്ക് കൊഴുപ്പേകി. MP, MLA, കാഞ്ഞങ്ങാട് നീലേശ്വരം നഗരസഭാ ചെയർമാൻമാർ, അജാനൂർ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം, സിനിമാ സീരിയൽ താരങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തുളുനാട് മാസിക 20ാം വാർഷികവും അവാർഡ് സമർപ്പണവും നടന്നു. ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. തുളുനാട് മാസിക 20ാം വാർഷികവും അവാർഡ് സമർപ്പണവും MN സ്മാരക ഹാളിൽ ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളും ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെല്ലാം ഒട്ടും പ്രയാസം വരാതെ ഈ പ്രസിദ്ധീകരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാംസ്കാരിക ജീവിതത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താനല്ല നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തുളുനാട് മാസിക എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പ്രസിദ്ധീകരണമായി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് VV പ്രഭാകരൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാജ്മോഹൻ നീലേശ്വരം, ഡോക്ടർ TV സുരേന്ദ്രനാഥ്, പ്രേമാനന്ദ് ചമ്മാട്, അഡ്വക്കേറ്റ് TK സുധാകരൻ, ഭരതൻ പയ്യന്നൂർ, വിനയൻ, ഹരിദാസ് കരിവെള്ളൂർ, KN സുധാകരൻ, ശ്വേത മേലത്ത് എന്നിവർ സംസാരിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സെക്രട്ടറി N. ഗംഗാധരൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. മാസിക പത്രാധിപർ കുമാരൻ നാലപ്പാടം സ്വാഗതവും സുരേഷ് നീലേശ്വരം നന്ദിയും പറഞ്ഞു. ഏതാനും പുസ്തകങ്ങളും ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി കുന്നുമ്മൽ ധർമ്മശാസ്താ ക്ഷേത്രം മണ്ഡലകാല ക്ഷേത്ര ഉത്സവത്തിന് സമാപനമായി. അയ്യപ്പ വിഗ്രഹ എഴുന്നള്ളത്ത് നടന്നു. മടിയൻകൂലോം ക്ഷേത്രപാലകനീശ്വരന്റെ അമരഭൂവിൽ പുരാതനമായ കോട്ടച്ചേരി കുന്നുമ്മൽ ധർമ്മശാസ്താ ക്ഷേത്രം മണ്ഡലകാല ക്ഷേത്ര ഉത്സവം വിവിധ ആധ്യാത്മിക, താന്ത്രിക, കലാ സാംസ്കാരിക പരിപാടികളോടെ 2 ദിവസങ്ങളിലായാണ് നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള അയ്യപ്പ വിഗ്രഹ എഴുന്നള്ളത്ത് ഘോഷയാത്ര നടന്നു. പഞ്ചവാദ്യം, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ, താലപ്പൊലി, മുത്തുകുട, നിശ്ചല ചലന ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയിൽ പൂങ്കാവനം ശിവക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ഹോസ്ദുർഗ്, കാഞ്ഞങ്ങാട് നഗരം, കോട്ടച്ചേരി ട്രാഫിക് സർക്കിൾ, കുന്നുമ്മൽ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നിരവധി ആളുകൾ ഘോഷയാത്രയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് അപ്സര സ്കൂളിലെ കുട്ടിപ്പറവകൾ ലോകസമാധാനത്തിനായി നൃത്തം ചെയ്തു. കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് നിഷ്കളങ്കതയുടെ ചിറകുകൾ എന്ന് പേരിട്ട് നൃത്തശില്പം സംഘടിപ്പിച്ചത്. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങൾ. ഇതിൽ ബലിയാടാകുന്നതാകട്ടെ കൂടുതലും കുട്ടികളാണ്. ഇത്തരം ആക്രമണങ്ങൾക്ക് വിരാമമിടാൻ സമാധാന സന്ദേശവുമായാണ് അപ്സരയിലെ കുട്ടികൾ നിഷ്കളങ്കതയുടെ ചിറകുകൾ എന്ന് പേരിട്ട നൃത്തശില്പം സംഘടിപ്പിച്ചത്. സന്തോഷപ്പൂങ്കാവിൽ സങ്കടം പെയ്യുമ്പോൾ പൈതങ്ങൾ ഞങ്ങളെ നെഞ്ചം പിടയുന്നു. സ്നേഹത്തിൻ കൂടുകൾ തല്ലിപ്പൊളിച്ചുള്ള ദുഃഖത്തിൻ കാഴ്ചകൾ തുഞ്ചിക്കരയുന്നു. സന്തോഷപ്പൂങ്കാവിൽ സങ്കടം പെയ്യുമ്പോൾ പൈതങ്ങൾ ഞങ്ങളെ നെഞ്ചം പിടയുന്നു. സ്നേഹത്തിൻ കൂടുകൾ തല്ലിപ്പൊളിച്ചുള്ള ദുഃഖത്തിൻ കാഴ്ചകൾ തുഞ്ചിക്കരയുന്നു. അപ്സര പബ്ലിക് സ്കൂളിലെ ഹ്യൂമൻ റൈറ്റ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ നൃത്തശില്പം ഒരുക്കിയത്. വിങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന പേരിൽ ലോകത്തിന് സമാധാന സന്ദേശം നൽകുക എന്നതും യുദ്ധഭൂമികളിൽ
ദുരിതമനുഭവിക്കുന്ന കുട്ടികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതുമാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിപാടിയിൽ 150-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. യുവകവി ഫൈസൽ കർമ്മനം എഴുതിയ ഗാനത്തിന് മെഗാ ഒപ്പനകളുടെ ശില്പിയും പ്രശസ്ത മാപ്പിള കലാകാരനുമായ ജുനൈദ് മെട്ടമ്മലിന്റെ പരിശീലനത്തിൽ കുട്ടികൾ പറവകളുടെ രൂപത്തിൽ ചുവടുവെച്ചു. സന്തോഷപ്പൂങ്കാവിൽ സങ്കടം പെയ്യുമ്പോൾ പൈതങ്ങൾ ഞങ്ങളെ നെഞ്ചം പിടയുന്നു. സ്നേഹത്തിൻ കൂടുകൾ തല്ലിപ്പൊളിച്ചുള്ള ദുഃഖത്തിൻ കാഴ്ചകൾ തുഞ്ചിക്കരയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ താളിക്കുണ്ട് താനത്തിങ്കാൽ ചെറിയ ഇടച്ചി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മാർച്ച് 10 മുതൽ 12 വരെ തീയതികളിലാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. തെയ്യംകെട്ടിന്റെ ലോഗോ പ്രകാശനം നടന്നു. താളിക്കുണ്ട് താനത്തിങ്കാൽ ചെറിയ ഇടച്ചി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ടിന്റെ ലോഗോ പ്രകാശനം നടന്നു. മാർച്ച് 10, 11, 12 തീയതികളിലായാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. ഓലമെടയിൽ ചടങ്ങും നടന്നു. കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസ് ലോഗോ പ്രകാശനം ചെയ്തു. ഈ ഒരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചതിൽ നല്ല വാക്കുകൾ ശ്രീ രാജൻ പെരിയ പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷമാണ്. ഒരു വയനാട്ടുകുലവൻ അല്ലെങ്കിൽ കളിയാട്ടം ഉത്സവം എന്നൊക്കെ പറയുന്നത് ആ നാടിൻ്റെ കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരുവിധ ആളുകൾക്കൊക്കെ എന്നെ അറിയുന്നതായിരിക്കും, ഞാൻ ഈ നാട്ടുകാരനാണ്. കഴിഞ്ഞ വർഷം കേളോത്ത് ശേഖൽ തറവാട്ടിൽ തെയ്യംകെട്ടുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെയും അവിടുത്തെയും ചെയർമാൻ സ്ഥാനം അലങ്കരിച്ച വ്യക്തിത്വമാണ് ശ്രീ രാജൻ പെരിയ. തീർച്ചയായും വളരെ സംഘാടന മികവിൽ ഈ ഉത്സവങ്ങളുടെ കാര്യത്തിലായാലും എല്ലാ തരത്തിലും സംഘാടന മികവിൽ ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ സംഘാടന നേതൃത്വം നൽകുന്ന ശ്രീ രാജൻ പെരിയെ പോലെയുള്ള ഒരാൾ മുന്നിൽ നിൽക്കുമ്പോൾ ഉത്സവം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോഗോ രൂപകൽപ്പന ചെയ്ത ജ്യോതിഷ് കുമാർ കണ്ണൂർ, ആഷ്മി മനോജ് താളിക്കുണ്ട് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ആചാരസ്ഥാനികരും തെയ്യംകെട്ട് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. ആഘോഷ കമ്മിറ്റി കൺവീനർ കുമാരൻ വയ്യോത്ത്, പബ്ലിസിറ്റി കൺവീനർ വേണു വിഷ്ണുമംഗലം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. LDF കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് LDF കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ബഹുജന റാലിയും ധർണയും സംഘടിപ്പിച്ചത്. കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലി നഗരം ചുറ്റി പുതിയകോട്ട വഴി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന സമരം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന വിഭാഗത്തിന്റെ ആശ്വാസം നൽകുന്ന പദ്ധതിയെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സമ്പന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അതും വലിയ 10,000-കണക്കിന് ഏക്കർ ഭൂമി ഉൾപ്പെടെയുള്ളവർക്ക് കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ അവരെ ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഉപയോഗിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുന്ന 2 മാസത്തെ അവധി കൂടി പ്രഖ്യാപിച്ചത് മറ്റൊന്നിനുമല്ല. ആ വർഗ താല്പര്യം ഈ ഗവൺമെന്റ് തികച്ചും കാണിക്കുകയാണ്. തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന വിഭാഗത്തിന് ആശ്വാസം നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്തെറിഞ്ഞ് സമ്പന്ന വർഗ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള മോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് MLA പറഞ്ഞു. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, CP ബാബു, VV രമേശൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, C ബാലൻ, PP രാജു, VV കൃഷ്ണൻ, ഹമീദ് ഹാജി, അനന്തൻ നമ്പ്യാർ, സുരേഷ് പുതിയടത്ത്, രതീഷ് പുതിയപുരയിൽ എന്നിവർ സംസാരിച്ചു. ബഹുജന മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BB ബോക്സ് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. BB ബേസ് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഗുരുദത്ത് പൈ, മാധവി കുന്നരുവത്ത്, ജനാർദ്ദനൻ കുന്നരുവത്ത്, കാർത്യായനി കുന്നുവരുവത്ത്, ചന്ദ്രൻ കുന്നരുവത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ദീപ, സ്മിത, പ്രജിന എന്നിവർ ചേർന്നാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ LDF ജനപ്രതിനിധികൾക്ക് അതിയാമ്പൂരിൽ സ്വീകരണം നൽകി. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും LDF ജില്ലാ കൺവീനറുമായ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ മത്സരിച്ച് വിജയിച്ച LDF പ്രതിനിധികൾക്ക് നഗരസഭ 7ാം വാർഡ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അതിയാമ്പൂരിൽ സ്വീകരണം നൽകി. LDFന്റെ നിയുക്ത ചെയർമാൻ CPMന്റെ VV രമേശൻ ഉൾപ്പെടെയുള്ള 21 കൌൺസിലർമാർക്കാണ് സ്വീകരണം നൽകിയത്. നിരവധി ആളുകൾ പങ്കെടുത്ത അതിയാമ്പൂർ വായനശാലയിൽ നടന്ന സ്വീകരണം CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും LDF ജില്ലാ കൺവീനറുമായ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ഭരണമാണ് നാടിന് ആവശ്യം, അവരുടെ ഭരണമാണ് നാടിന്റെ വികസനത്തിന് ആവശ്യം എന്ന് കരുതുന്ന എത്രയോ UDF പരിഭാഗമുള്ളവരടക്കം LDF അല്ലാത്തവരടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഈ 2 മുനിസിപ്പാലിറ്റികളിൽ കാഞ്ഞങ്ങാട് നീലേശ്വരം മുനിസിപ്പാലിറ്റികളിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് LDFന്റെ മേന്മ. നമുക്ക് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 2 ടേം പിന്നിട്ട് 3ാമതും ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. M കുഞ്ഞിക്കണ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ PK നിശാന്ത് കൌൺസിലർമാരെ പരിചയപ്പെടുത്തി. P അപ്പുക്കുട്ടൻ, KV സുജാത, N ഗോപി, P അർജുൻ, A രസിക്, KV പ്രജീഷ്, A സവിതാകുമാരി എന്നിവർ സംസാരിച്ചു. 7ാം വാർഡ് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ AK ആൽബർട്ട് സ്വാഗതവും K ഇന്ദിര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 47 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അജാനൂർ പഞ്ചായത്തിൽ വിജയികളായ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു. മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അസംബ്ലി ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. കാസർഗോഡ് കരിന്തളത്ത് വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കരിന്തളം തോളനി മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തെ P ലക്ഷ്മിക്കുട്ടി അമ്മയാണ് മരിച്ചത്. കാസർഗോഡ് 15 വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ 11 പേർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇട്ടമലിലെ മുഹമ്മദ് ആദിലിനെ ആക്രമിച്ചവർക്കെതിരെയാണ് കേസ്. വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് വൻ കള്ളനോട്ട് ശേഖരവും നോട്ടെണ്ണൽ യന്ത്രവും കണ്ടെത്തി. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ഇടവകയും KCYM മേഖലാ ഘടകവും സംയുക്തമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച കരോൾ നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. കഴിഞ്ഞ 42 വർഷമായി ജന്മദേശം നടത്തുന്നത് ധീരമായ പത്രപ്രവർത്തനമാണെന്ന് K രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ജന്മദേശം പത്രത്തിന്റെ 42ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.